നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കാണുന്ന ഒന്നാണ് ഞൊട്ടാഞൊടിയൻ അഥവാ ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്ന ഈ പഴം. ഇത് അടർത്തിയെടുത്ത് നെറ്റിയിലിടിച്ച് പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് ഒരു തലമുറയുടെ ഗൃഹാതുരത്വമാണ്. മലയാളത്തിൽ പ്രാദേശികമായി ഞൊട്ടങ്ങ, ഞൊടിഞ്ഞൊട്ട, പൊട്ടിങ്ങ, പൊട്ടിക്ക, മുട്ടാമ്പുളി, മുട്ടാമ്പുളിങ്ങ, മുട്ടാമ്പിളിങ്ങ, ഞൊറിഞ്ഞൊട്ട, ഞെട്ടങ്ങ എന്നിങ്ങനെ നിരവധി പേരുകളിൽ ഈ കാട്ടുപഴം അറിയപ്പെടുന്നു. മഴക്കാലത്താണ് ഈ ചെടി മുളയ്ക്കുന്നതും കായ്ക്കുന്നതും തളിർക്കുന്നതുമെല്ലാം. മഴക്കാലം തീരുന്നതോടെ ഇത് നശിച്ചു പോകുന്നു. ഇനി ഞൊട്ടാഞൊടിയൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമായതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് സഹായിക്കുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നേത്രസംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. ഞൊട്ടാഞൊടിയനിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിന് കൂടുതൽ ഗുണം ചെയ്യും. ഇതിലുള്ള കരോട്ടിനോയിഡുകൾ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. അതിലുപരി ഇത് രക്തസമ്മർദ്ദം കൃത്യമാക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾ നിർബന്ധമായും കഴിക്കേണ്ട ഒന്നാണ് ഞൊട്ടാഞൊടിയൻ. ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിനോടൊപ്പം ഇതിലുള്ള ഉയർന്ന അളവിലുള്ള കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല ഇത് വാതം, ആർത്രൈറ്റിസ് തുടങ്ങിയ അവസ്ഥകൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്നു. പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാവുന്ന അമിതവണ്ണത്തെയും വയറിനെയും ഒതുക്കാൻ ഇത് സഹായിക്കുന്നു. ഏത് ദഹന പ്രശ്നത്തിനും പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇതല്പം തിളപ്പിച്ച വെള്ളത്തിലോ ചായയിലോ ഇട്ട് ദിവസം 2 നേരം കഴിച്ചാൽ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പല വിധത്തിൽ ആരോഗ്യത്തിന് വില്ലനാകുന്ന പനി, ജലദോഷം പോലെയുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. എന്നാൽ ഈ പഴം കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. കാരണം പഴുക്കാത്ത ഞൊട്ടാഞൊടിയൻ അല്പം കയ്പുണ്ടാക്കുന്നതാണ്. ഇത് പലരിലും പല വിധത്തിലുള്ള അലർജിയും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴുക്കാത്തത് കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.